അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കന്യാകുമാരിയിൽ നിന്നാണ് അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നത്. മോദിയുടെ ധ്യാനം തുടരുകയാണ് അല്ലമീൻ. അല്ലമീൻ, രാത്രിയിൽ എങ്ങനെയുണ്ടായിരുന്നു അല്ലമീൻ്റെ ധ്യാനത്തിൽ നിന്ന് അല്ലമീൻ എപ്പോഴാണ് ഉണർന്നത്? ഇന്ന് പ്രഭാതം കണ്ടോ അതോ കാലാവസ്ഥ മോശമായിരുന്നോ? രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് ഇന്നലത്തെ പോലെ സൂര്യോദയം കാണാനായിട്ട് പോയിരുന്നു. പക്ഷേ കാലാവസ്ഥ മോശമായിരുന്നു. മേഘാവൃതമായിരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ കാണാനായില്ല. എന്ന് മാത്രമല്ല, ഇന്നലെ നമ്മൾ ഒപ്പിച്ചൊരു വലിയ പണിയായിട്ട് ബൂമറാങ് പോലെ തിരികെ വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് സൂര്യോദയം കാണാൻ പോകുന്നു. അത് ദൃശ്യത്തിൽ പകർത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് പ്രധാനമന്ത്രി ഈ ധ്യാന കേന്ദ്രത്തിന് ചുറ്റും സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നത്. അതിപ്പോൾ NSD ടീമിൻ്റെയും ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും വാട്സപ്പുകളിൽ കറങ്ങി നടക്കുകയാണ്. സുരക്ഷാ ഭീഷണിയാണ്, അത്തരത്തിൽ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണവും വിലക്കും പല മേഖലകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നലേക്ക് ലൈവ് നൽകുമ്പോൾ നമ്മുടെ പശ്ചാത്തലത്തിൽ ധ്യാന കേന്ദ്രവും വിവേകാനന്ദ പാറയും ഒക്കെയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതിനുശേഷം കടലാണ്. കാരണം വിവേകാനന്ദ പാറയോ ധ്യാന കേന്ദ്രമോ പശ്ചാത്തലമാക്കി ഇനി ഒരു ലൈവും റെക്കോർഡിങ്ങും പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം NSD ഉദ്യോഗസ്ഥർ, സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇന്ന് രാവിലെ നമ്മൾ ഈ സൂര്യോദയം ചിത്രീകരിക്കുന്നതിന് ആ സൺറൈസ് പോയിന്റിൽ പോയി നിന്നപ്പോൾ അവിടെയും കർശന നിയന്ത്രണവും നിരീക്ഷണവും ഒക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ നമ്മളെ ആട്ടിപ്പായിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാനായത്. ഏതായാലും മോദി പക്ഷേ ഇപ്പോഴും ഇന്നലത്തെ പോലെ തന്നെ ആ ധ്യാന കേന്ദ്രത്തിന് ചുറ്റും നടക്കുന്ന ദൃശ്യം നമുക്ക് കാണാം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് എത്തിക്കാനാവില്ല. ഇന്നലത്തെ പോലെ അദ്ദേഹം രുദ്രാക്ഷമാലയൊക്കെ കയ്യിലേന്തിക്കൊണ്ട് ധ്യാനമൊക്കെ നാമജപം ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചുറ്റും ക്യാമറ വലയങ്ങളുമുണ്ട്. ആ ദൃശ്യങ്ങൾ വൈകാതെ പുറത്തു വരും. ഏതായാലും നമ്മൾ കുഴപ്പമില്ലാതെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റു. പക്ഷേ അവിടെ നിന്ന് പലയിടങ്ങളിൽ നിന്ന് ആട്ടിപ്പായിച്ചപ്പോൾ ഒരിടത്ത് വന്ന് സുരക്ഷിതമായി നിൽക്കുകയാണ് അരുൺകുമാർ. ഓക്കെ, അപ്പോൾ മോദിയുടെ ധ്യാനം രാഷ്ട്രീയ ധ്യാനമാണ് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയെങ്കിലും ഒരു ഭാഗത്ത് ആ വിവാദം മുറുകുന്നുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്ന മോദിയുടെ വാരണാസി മണ്ഡലത്തിലും പശ്ചിമബംഗാളിലെ 9 മണ്ഡലങ്ങളിലും ഈ മോദിയുടെ ധ്യാനത്തിന് രാഷ്ട്രീയ അലയൊലികൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതേ ആത്മവിശ്വാസത്തിലായിരിക്കുമല്ലോ അല്ലേ NDA മുന്നണിയും? BJP അവരുടെ എല്ലാ സൈബർ ഹാൻഡിലുകളിലും ഈ മോദിയുടെ ചിത്രം നിരന്തരം പങ്കുവയ്ക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഫ്ലഡിംഗ് ആണ് നടക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ. ആ രീതിയിൽ മോദി ഉദ്ദേശിച്ചതും BJP ഉദ്ദേശിച്ചതുമായ കാര്യം നടന്നിട്ടുണ്ടാകുമല്ലോ അല്ലേ? അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ കന്യാകുമാരി തിരഞ്ഞെടുക്കുമ്പോഴും വിവേകാനന്ദ പാറയിലെ സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന ഇടത്തേക്ക് പ്രധാനമന്ത്രി വരുമ്പോഴും അത് വിവേകാനന്ദനെ പോലെ ആത്മീയതയിലേക്ക് അലിഞ്ഞു ചേരൽ മാത്രമല്ല മോദിയുടെ ലക്ഷ്യമെന്നുള്ളത് വ്യക്തമാണ്. അതിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയും രാഷ്ട്രീയ താല്പര്യവും അതിന് പിന്നിലുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം അതുകൊണ്ടുകൂടിയാണ് ഇന്നലെ നിശബ്ദ പ്രചരണം നടക്കുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ പ്രചരണ രംഗത്ത് നിന്ന്, ദൃശ്യങ്ങളിൽ നിന്ന്, ക്യാമറ കണ്ണുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മോദി മൗനിയായി ആ വാർത്താ മാധ്യമങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ വോട്ടർമാരിലേക്ക് അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു കാഴ്ച ഇന്നിപ്പോൾ വാരണാസിയിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഇന്ന് ചില ദൃശ്യങ്ങൾ കൂടി പുറത്തു വരാനുമുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി തീരുമാനിച്ചിരുന്നെങ്കിൽ ആദ്യം നമുക്ക് ലഭിച്ചിരുന്ന വിവരങ്ങൾ പ്രകാരം ഇന്ന് വൈകുന്നേരം 3:25 കന്യാകുമാരിയിലെ ഹെലിപാഡിൽ നിന്ന് പ്രധാനമന്ത്രി പറന്നുയരും. പിന്നീട് 4:05 തിരുവനന്തപുരത്തെത്തുന്നു. 4:10 വിമാനത്തിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നു. 7:30 ഡൽഹിയിൽ എത്തുന്നു എന്നുള്ളായിരുന്നു ഷെഡ്യൂൾ. പക്ഷേ ഇന്നിപ്പോൾ മറ്റു ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. ഇന്ന് മോദിയുടെ ധ്യാനം നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ നേരത്തെ അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ 11 മണിയോടുകൂടിയൊക്കെ മോദി ഇവിടെ നിന്ന് മടങ്ങുമെന്നുള്ള സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. കൃത്യമായ ഒരു സ്ഥിരീകരണം അക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. ഏതായാലും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അലർട്ട് മെസ്സേജ് പോയിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങി വാരണാസിയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെ ചില സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായ രാഷ്ട്രീയം മുൻനിർത്തി, രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയുള്ളൊരു ധ്യാനം തന്നെയാണ് ഈ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ വോട്ടർമാരിലേക്ക് മോദി കന്യാകുമാരിയിൽ ഇരുന്നു കൊണ്ട് പണിയുന്ന പാലം കൂടിയാണ് മോദിയുടെ ഈ ധ്യാനം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നിപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഹർജി വരുന്നുണ്ട്. മോദിയുടെ ധ്യാനത്തിനെതിരെ ചെന്നൈയിലെ കോൺഗ്രസ് നേതൃത്വം നൽകിയ പരാതിയാണ്. ധ്യാനത്തെ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 11 മണിയോടുകൂടി ഒരു പക്ഷേ മദ്രാസ് ഹൈക്കോടതി ആ ഹർജി പരിഗണിക്കും. ആ ഹർജി പരിഗണിക്കുമ്പോഴും മോദി കന്യാകുമാരിയിൽ ധ്യാനത്തിൽ തുടരുമോ, അതിനപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധ്യാനം അവസാനിപ്പിച്ച് മടങ്ങുമോ എന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതായാലും മോദിയുടെ ഈ ധ്യാനം അത് ആത്മീയത മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ല എന്നുള്ളത് പ്രതിപക്ഷം ആവർത്തിച്ച് ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രീയ ചർച്ചയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊന്നും പക്ഷേ പ്രതികരിക്കാൻ മോദിയോ BJP നേതൃത്വമോ തയ്യാറായിട്ടില്ല. അവർ അനൗദ്യോഗികമായിട്ടാണ് പറയുന്നത് മോദി ഒരു ഹിന്ദു വിശ്വാസിയാണ്. ആ നിലയിൽ അദ്ദേഹത്തിന് ധ്യാന നിമഗ്നനായി മുന്നോട്ട് പോകുന്ന ഒരു തടസ്സവുമില്ല. അതിനൊക്കെ എന്തിനിങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ച് കാണുന്നു എന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ അപ്പോഴും മോദിയുടെ ധ്യാനം അത് എന്താണോ മോദി ഉദ്ദേശിച്ചത്, BJP അതിലൂടെ ഉദ്ദേശിച്ചത് കൃത്യമായിട്ടുള്ള ആ അജണ്ട, ആ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് അവർ എത്തുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, അപ്പോൾ നല്ല ചൂട് കാപ്പിയൊക്കെ കുടിച്ചു നിൽക്കൂ. തമിഴ്നാട്ടിൽ നല്ല കാപ്പി കിട്ടും. പ്രത്യേകിച്ച് കന്യാകുമാരിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നൊരു കടയുണ്ട്. അവിടെ നമ്മൾ കന്യാകുമാരി ബോട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്നതിൻ്റെ ഇടതുവശത്ത് ധാരാളം ചെറിയ ചെറിയ തട്ടുകടകൾ കാണാം. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കാപ്പി കിട്ടും. അപ്പോൾ നല്ല ചൂട് കാപ്പിയൊക്കെ കുടിച്ച് നിൽക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 11 മണിക്ക് പുറത്തിറങ്ങുമോ അതല്ല 3 മണിക്ക് ശേഷം? ചുക്ക് കാപ്പി കുടിച്ചു. ഓക്കെ, വെരി ഗുഡ്, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ കടലിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നിൽക്കുക. അല്ലമീൻ, എന്തായാലും 11 മണിക്ക് ശേഷം തിരിച്ചു പോന്നോളൂ. ഇവിടെ വലിയ രീതിയിലുള്ള തിരഞ്ഞെടുപ്പിന്റെ ചൂടാണ്. നമ്മുടെ എക്സിറ്റ് പോളൊക്കെ
നടക്കുന്ന സമയത്ത് അല്ലമീനെ നമുക്ക് കേരളത്തിൽ വേണം. അപ്പോൾ താങ്ക് യു അല്ലമീൻ. അല്ലമീനാണ് ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക്